ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എല്ലാ മലയാളീസിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 4 മണി പലഹാരമായിട്ടാണ് ഉള്ളിവട. നമ്മൾ തട്ടുകട സ്റ്റൈലിലുള്ള ഉള്ളിവടയാണ്. അപ്പോൾ ഇപ്പം നല്ല മഴയല്ലേ നാട്ടിൽ. അപ്പോൾ ഈ ഉള്ളിവടയും നല്ല കട്ടൻ ചായയിലായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. അതിന് വേണ്ടി ഞാനൊരു മീഡിയം സൈസ് 2 സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ വെളിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾ, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. അവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ എടുത്തത്. ഇപ്പോൾ എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ മതി മുളക് പൊടി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പൊടി വേണം. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഉള്ളി എടുത്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടത്. കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 1 ഗ്ലാസിൻ്റെ ഭാഗം ഒഴിച്ചിട്ട് ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ഉള്ളിയിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളിയും കടലപ്പൊടിയും മസാലപ്പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, അപ്പോൾ ലൂസായി പോവും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കടലപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടലപ്പൊടി കുറവായിരുന്നു. കുറച്ചും കൂടി കടലപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ വേണം കിട്ടാൻ. ഇതുപോലെ കുഴച്ചിട്ട് ഇതുപോലെ ഇളക്കി എടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മുങ്ങുന്ന രീതിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഇതുപോലെ എടുത്തിട്ട് കൈനെ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തിയിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വണ്ണം വേണോ അതിൻ്റെ ചെറിയ രീതിയിലാണെങ്കിൽ ചെറിയ രീതിയിലാക്കുക. ഇപ്പോൾ വലുതിലാണെങ്കിൽ വലുതാക്കുക. ഇതിനും വലുപ്പത്തിൽ വേണമെങ്കിൽ അതും ആക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ആക്കുന്നത്. ഇതുപോലെ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടാകണം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇതൊന്ന് പൊരിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാൻ പറ്റും. അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളിക്ക് ഭയങ്കര ഇത് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. തട്ടുകടയിൽ മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ന്യൂ കമേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഇത് കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിത് ഡ്രൈൻ ചെയ്തെടുക്കാം. അങ്ങനെ ഓവറായിട്ട് കളർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക. പിന്നെ ഉള്ളിൽ വേവില്ല, പുറം മാത്രം കളർ മാറുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടെല്ലാം ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ സപ്പോർട്ട് വരിക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ എല്ലാവരും അഭിപ്രായം അറിയിക്കാം. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളായി വരുന്നവരെ ബൈ.